മാനവകുലത്തിന്റെ പാവങ്ങൾക്കായി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിച്ചിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്ന് മനസ്സിണക്കപ്പെട്ട ഒരു ജിഹാദിയുടെ കള്ളത്തരങ്ങളൊന്ന് തുറന്നു കാണിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. അത് മറ്റാരുമല്ല, രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരാളാണ്. ഈ ശബരിമല വിഷയത്തിലൊക്കെ ബി പ്ലാൻ ഉണ്ടാക്കാൻ ഓടി നടന്നൊരു ആളുണ്ടല്ലോ, ആ ആള് തന്നെ ശബരിമല വിഷയത്തിലൊക്കെ ബി പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടി ഓടി നടന്ന ആ ആള് തന്നെയാണ് ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ആൾ. ഇപ്പോൾ ഇസ്ലാം തലയ്ക്ക് പിടിച്ച് മനസ്സിണക്കപ്പെട്ട ഒരു ജിഹാദിയെ പോലെ ഇസ്ലാമികൾക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു ജിഹാദി, അത്രേ ഉള്ളൂ. മനസ്സിണക്കപ്പെട്ട ജിഹാദി എന്ന് തന്നെ വേണം പറയാൻ. കാരണം കണ്ടവനൊരു മുട്ട എടുത്തു വെച്ച് കഴിഞ്ഞാൽ ആ മുട്ടയിൽ എന്ത് വരച്ചോ അത് വെച്ചുകൊണ്ട് ഭയങ്കര, അതിന് ഞാൻ മറുപടി തരാം. അവരുടെ ധാരണ വെച്ചാൽ ഇസ്ലാമിൽ ഇത്തരം കൂടോത്രോ ആഭിചാര സാധനങ്ങളൊന്നും ഇല്ലാന്നാണെന്നുണ്ടെങ്കിൽ രാഹുൽ ഈശ്വറിനോടും അൻസാരി സുഗരിയോടും പറയാനുള്ളത്, നിങ്ങൾ ഈ ലോകത്തെ ഉള്ള മനുഷ്യരെ കള്ളത്തരം, ചിരിച്ച മുഖത്തോട് തന്നെ കള്ളത്തരം കാണിച്ച് സന്തോഷിക്കുന്നതാണ്. നിങ്ങളുടെ മന്ത്രവാദ പരിപാടിയുടെ പുസ്തകമൊക്കെ എൻ്റെ ഇരിപ്പുണ്ട്. ഇസ്ലാമിന്റെ മന്ത്രവാദ പരിപാടി എങ്ങനെ ചെയ്യണം, ആർക്കിട്ടൊക്കെ ചെയ്യണം, ഏതൊക്കെ ശത്രുക്കളെ ഒതുക്കാൻ എങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ള ആഭിചാരം എന്ന് തന്നെ പറയണം. ആഭിചാരം ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിന്റെ പുസ്തകം വരെ എൻ്റെ ഇരിപ്പുണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് അൻസാരി സുഗരിയും മറ്റേ ആ ഏതൊരു സ്വാമി മുട്ടയൊക്കെ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. അൻസാരിയുടെ മുട്ട ഞാൻ ദൈവം അനുവദിച്ച് അതിന് ഞാൻ മറുപടി തരാം. അപ്പൊ ഇത് ഈ ഇസ്ലാമിൽ ആർക്കും ഇപ്പൊ നട്ടലില്ല. നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി എന്ന് വെക്കാൻ പറയാൻ പറ്റത്തില്ല. കാരണം വാഴപ്പിണ്ടിക്ക് നല്ല ഗുണമുള്ള സാധനമാണ്. പിന്നെ ഈ ലോകത്തുള്ള ഒരു സാധനവും ഇസ്ലാമികളുടെ നട്ടലിന് പകരമായിട്ട് വെക്കാൻ പറ്റില്ല. കാരണം അതിന് ഒന്നല്ലെങ്കിൽ മറ്റൊരു ഗുണം ഉണ്ടായിരിക്കും. അതുകൊണ്ട് നട്ടലില്ലാത്ത ജീവികളെന്ന് വേണം ഇവരെ വിളിക്കാൻ. അവർക്ക് വേണ്ടി ഇപ്പൊ സംസാരിക്കാൻ ഈ മനസ്സിണക്കപ്പെട്ട ജിഹാദി ഇറങ്ങിയിട്ടുണ്ട്. അല്ല, ഇത്രയും പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ സംഭവം. ഞാൻ പറഞ്ഞുതരാം. യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തെ പറ്റിയുള്ള ചില കാര്യങ്ങള് രാഹുൽ ഈശ്വർ പറയുന്നുണ്ട് ഒരു വീഡിയോയിൽ. ഭയങ്കര എന്തുവാ, മുമ്പ് ഗാന്ധിജി യേശുവിനെ പറ്റി അങ്ങനെ പറഞ്ഞു, വിവാഹാനന്തരം അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. എന്തൊക്കെയുള്ള ആ ക്ലിപ്പ് ഒന്ന് കേട്ടു നോക്കാം, എന്നിട്ടല്ലേ ബാക്കി കാര്യം. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവമാണ് യേശു ക്രിസ്തുവിന്റെ കുരിശുമരണം, ക്രൂസിഫിക്ഷൻ. ലോക ചരിത്രത്തെ, മനുഷ്യരാശിയുടെ മുമ്പോട്ടുള്ള പ്രയാണത്തെ എന്നേക്കുമായി ആ സംഭവം മാറ്റി. അതാണ് ഇന്നത്തെ ദിവസം, ഗുഡ് ഫ്രൈഡേ. അതെ, ഞങ്ങൾ അതിൽ വളരെ സന്തോഷിക്കുന്നു. ഞങ്ങളെപ്പോലുള്ള സത്യക്രിസ്ത്യാനികൾ ഇതിൽ വളരെ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത്. എന്താ അറിയോ, ലോക ചരിത്രത്തിൽ ഇതുപോലെ ഇനി ഉണ്ടാകുകയില്ല. എന്ത്? യേശു ക്രിസ്തുവിന് വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിലേക്ക് കടന്നു വന്ന് സകല മനുഷ്യരുടെയും പാവങ്ങൾക്കായിട്ട് ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ അങ്ങനെ ഒരു കാര്യം ഇനി ലോകത്തുണ്ടാകും. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് ഞങ്ങൾക്കറിയാം. അതിൽ ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നു. ഞങ്ങൾ ഈ ലോകം മുഴുവനും വിളിച്ചു പറയുന്നത് തന്നെയാണ്, മനുഷ്യരുടെ പാപങ്ങൾക്കായിട്ട് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ആ ഉയർത്തെഴുന്നേറ്റത്, ആ മരിച്ചത് എന്റെയും നിങ്ങളുടെയും പാപങ്ങൾ, രാഹുൽ ഈശ്വറിന്റെയും കൂടെ പാപങ്ങൾക്ക് വേണ്ടിയാണെന്ന് ഞങ്ങൾക്ക് പറയാൻ ഒരു മടിയില്ല. അവിടെയാണ് ഞങ്ങളുടെ ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത്. കാര്യം മനസ്സിലായോ? എന്തൊക്കെയാണ് രാഹുൽ ഈശ്വർ പറഞ്ഞതല്ലേ. തുടങ്ങാം. പറയൂ രാഹുൽ ഈശ്വർ, എന്താണ് പറയാനുള്ളത്? യേശു ക്രിസ്തുവിനെ ഇതര സഹോദര സമുദായങ്ങൾ എങ്ങനെ കാണുന്നു, വ്യത്യസ്ത മതങ്ങളിൽ യേശുവിന്റെ സ്വാധീനം തുടങ്ങിയ വിഷയങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇതര മതസ്ഥർ എങ്ങനെ കാണുന്നു എന്നുള്ളതെല്ലാം നല്ലത് തന്നെ. എല്ലാം നോക്കണമല്ലോ, നോക്കാതെ പറ്റത്തുമില്ല. കാരണം ഞങ്ങൾ ക്രിസ്ത്യാനികളാണല്ലോ. കാരണം എന്താ, യേശു ക്രിസ്തുവിനെ പറ്റി ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. അങ്ങനെ പറയാതെ വരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കതിൽ വളരെ വിഷമമുണ്ട്. കാരണം രാഹുൽ ഈശ്വറിനെ പോലെ തന്നെ രാഹുൽ ഈശ്വറേ ഉള്ളൂ. നിങ്ങൾ ഇനിയും മരിച്ചൊരു 50 വർഷം കഴിഞ്ഞിട്ട് നിങ്ങളെ പറ്റി ഒരു ആത്മകഥ ആരെങ്കിലും എഴുതിയാലും നിങ്ങൾ ചെയ്തത് തന്നെ വരത്തുള്ളേ. അങ്ങനെ ചെയ്യാതെ നിങ്ങളുടെ വീട്ടുപേര് മാറ്റിയിട്ട് നിങ്ങളുടെ രാഹുൽ ഈശ്വർ എന്നുള്ളതിന് രാഹുൽ എന്ന് മാത്രം വെച്ചു, പിതാവിന്റെ പേരും മാറ്റി, മാതാവിന്റെ പേരും മാറ്റി, വേറെ എന്തൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും രാഹുൽ ഈശ്വർ ആകൂല. ആവോ? ഇല്ല. ഇപ്പൊ രാഹുൽ ഈശ്വറെ നമുക്ക് എന്തൊക്കെയാണല്ലോ ഒന്ന് കേട്ടോക്കാം. താങ്കൾ പറയുന്ന ശ്രദ്ധയോടെ ഞാൻ കേൾക്കാൻ, ഞങ്ങളെപ്പോഴുള്ളവർ കേൾക്കാൻ തയ്യാറാണ്. പറയും, കേൾക്കാം. പരിശുദ്ധ ഖുറാനിൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള, യേശുക്രിസ്തു ഖുറാനിലും അതോടൊപ്പം യേശുക്രിസ്തുവിനെ കുറിച്ച് സ്വാമി വിവേകാനന്ദനും മഹാത്മാഗാന്ധിയും പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അല്ല പൊന്നടാവേ, നിന്നെ സമ്മതിച്ചിരിക്കുക കേട്ടോ.
യേശുവിനെ പറ്റി പറയേണ്ടത് വിശുദ്ധ ബൈബിളിൽ നിന്നാണ്. അല്ലാതെ യേശു ക്രിസ്തു വേഷത്തിൽ മനുഷ്യനായി വന്ന് മനുഷ്യകുലത്തിന്റെ പാവങ്ങൾക്കായിട്ട് ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വർഷങ്ങൾക്ക് ശേഷം വിശുദ്ധ ബൈബിളിന് വിപരീതമായിട്ട് കണ്ട പശുവും ആനയും ചിലന്തിയും എഴുതി ഉണ്ടാക്കിയ ഒരു പുസ്തകത്തിൽ നിന്നല്ല പറയേണ്ടത്. മനസ്സിലായോ? രാഹുൽ ഈശ്വറിനോട് പറയാണ്, എന്റെ പൊന്നടാവുയെ ഒന്നുകൂടെ പറയുകയാണ്, യേശു ക്രിസ്തുവിനെ പറ്റി പറയേണ്ടത് ബൈബിളിൽ നിന്നാണ്. അല്ലാതെ കണ്ട ആനയും പശുവും ചിലന്തിയും ഗുഹയും പുകയൊക്കെ എഴുതി ഉണ്ടാക്കിയ ഒരു പുസ്തകത്തിൽ നിന്നല്ല പറയേണ്ടത്. കാരണം ഖുറാനിൽ പറയുന്ന കള്ളത്തരത്തിന് കൂട്ടുനിന്ന ഒരു ഈസയെ ബൈബിളിലെ യേശുവായിട്ട് ഞങ്ങൾക്ക് യോജിച്ച് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ബൈബിളിൻ്റെ അകത്ത് തന്നെ പറയുന്നുണ്ട്, അവന്റെ നാവിൽ വഞ്ചനയില്ലായിരുന്നു. ഇത് കള്ളത്തരത്തിന് ഒരുത്തൻ ഭക്ഷണം എടുത്ത് കഴിക്കുന്നത് കണ്ടിട്ട് കണ്ടില്ല എന്ന് പറഞ്ഞ കള്ളത്തരത്തിന് കൂട്ടുനിന്ന് അത്തരത്തിൽ നാണമില്ലാത്ത ഒരു ഈസയെ കൊണ്ടുവന്ന് യേശു ക്രിസ്തു ആക്കാൻ നോക്കരുതേ. അതല്ല രാഹുൽ ഈശ്വരൻ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ക്രിസ്ത്യാനികളുടെ വിശുദ്ധ പുസ്തകം എന്ന് പറയുന്നത് ബൈബിളാണ്. ഈ ബൈബിളിൽ നിന്ന് പറയാതെ ഇത് ഖുറാന്റെ അകത്തേക്ക് ഓടുന്നത്? അതാണ് ഞാൻ ആദ്യം പറയുന്നത്, നീ മനസ്സിളക്കപ്പെട്ട ജിഹാദിയാണ്. അവർക്ക് വേണ്ടി നല്ല കുഴലൂത്ത് ഊതിക്കൊണ്ട് ജീവിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ ബൈബിളിന്റെ അകത്തു നിന്നായിരുന്നു ഞങ്ങൾക്ക് യേശു ക്രിസ്തുവിനെ പറ്റി അറിയേണ്ടത്. അപ്പോൾ രാഹുൽ ഈശ്വർ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, എന്താ ഗുഡ് ഫ്രൈഡേ എന്ന് വെച്ചാൽ എന്താ? യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു എന്നുള്ളതിന്റെ ഇതാണ്. രാഹുൽ ഈശ്വറെ, ബോധം എന്ന് പറയുന്ന സാധനം ഉണ്ടോ? തലയ്ക്കകത്ത് വല്ല ബോധമോ മൂള എന്തെങ്കിലും ഉണ്ടോ? കാരണം നിങ്ങൾ ഖുറാൻ വായിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും ഖുറാൻ മുഴുവനായിട്ട് വായിച്ചിട്ടുണ്ടോ? ദൈവം അനുവദിച്ച അടുത്ത എപ്പിസോഡ് വരുമ്പോഴത്തേനും നിങ്ങൾ ഖുറാൻ മുഴുവനായിട്ടും വായിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാണാം. നിങ്ങൾ നാണം കെട്ട് പോവും എന്നുള്ളതേ ഉള്ളൂ. ഇസ്ലാമിന്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ രാഹുലെ പറയാം, നാണം കെട്ട് ജീവിക്കേണ്ടി വരും. അതിനേക്കാളും നല്ല വ്യക്തിപരമായിട്ട് ജീവിച്ചു പോന്നേ, അതുകൂടെ പറയാം. ദൈവം അനുവദിച്ച അടുത്ത എപ്പിസോഡിൽ നമുക്ക് അതൊന്ന് കാണാം. അപ്പൊ രാഹുലിന് മനസ്സിലായിരുന്നുണ്ടോ? പറഞ്ഞുതരാം. താങ്കൾ പറഞ്ഞ ആ ഗുഡ് ഫ്രൈഡേ അല്ലെങ്കിൽ ദുഃഖവെള്ളി, ഇത് യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം, മരണം, അടക്കം ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ശരിയല്ലേ? ഇങ്ങനൊരു സംഭവം താങ്കൾ ആ പൊക്കി പിടിച്ച ഖുറാന്റെ അകത്തില്ല. താങ്കൾ പറയുന്ന യേശു തന്നെയാണ് ഈസ എന്നുണ്ടെങ്കിൽ ഈസയെ ക്രൂശിച്ചിട്ടില്ല. മനസ്സിലായോ? വേണേ തെളിവ് തരാം. താങ്കൾ ഖുറാൻ വായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഖുറാനിൽ നിന്ന് തെളിവ് തരാം. ഇത് കേട്ടോളൂ. അള്ളാഹുവിന്റെ ദൂതനായ മറിയമിന്റെ മകൻ മസീഹ് ഈസയെ ഞങ്ങൾ കൊന്നിരിക്കുന്നു എന്നവർ പറഞ്ഞതിനാലും അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു. വാസ്തവത്തിൽ അദ്ദേഹത്തെ അവർ കൊലപ്പെടുത്തിയിട്ടുമില്ല, ക്രൂശിച്ചിട്ടുമില്ല. പക്ഷെ യാഥാർത്ഥ്യം അവർക്ക് തിരിച്ചറിയാതാവുകയാണ് ഉണ്ടായത്. തീർച്ചയായും അദ്ദേഹത്തിന്റെ ഈസയുടെ കാര്യത്തിൽ ഭിന്നിച്ചവർ അതിനെപ്പറ്റി സംശയത്തിൽ തന്നെയാവും. ഊഹാഭോഗത്തെ പിന്തുടരുന്നതല്ലാതെ അവർക്ക് അക്കാര്യത്തെ പറ്റി യാതൊരു അറിവുമില്ല. ഉറപ്പായും അദ്ദേഹത്തെ അവർ കൊലപ്പെടുത്തിയിട്ടില്ല. രാഹുൽ ഈശ്വര കേട്ടോ, നിങ്ങൾ ഇസ്ലാമിന് വേണ്ടി കുഴൽ കൂതാൻ പോകുമ്പോഴത്തേന് അവരുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് എന്ത്? നിങ്ങൾ ഈ പറഞ്ഞ യേശുക്രിസ്തു തന്നെയാണ് ഈസ എന്നുണ്ടെങ്കിൽ അവിടെ കൊലപാതകം നടന്നിട്ടില്ല, അവർ കൊന്നിട്ടില്ല, ക്രൂശിച്ചിട്ടില്ല. പിന്നെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞില്ല ശപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഒരിക്കലുമില്ല. ശാപത്തിന്റെ ഇതിൽ കിടക്കുന്ന മനുഷ്യരെ രക്ഷിക്കുവാൻ ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് യാതൊരുവിധ മടിയില്ല. അതിപ്പം കുഴിയിൽ കിടന്ന് മുൻകറിനെ നക്കറിന്റെ അടിമേടിക്കുന്ന മുഹമ്മദിന്റെ പോലും ശാപത്തിന് വേണ്ടിയാണ് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. രാഹുൽ ഈശ്വറിന്റെ ജീവിതത്തിലും ഒരു നന്മ ലഭിക്കുവാൻ, സ്വർഗത്തിലേക്കുള്ള പ്രവേശനം അല്ലെന്നുണ്ടെങ്കിൽ നിത്യജീവൻ അവകാശിയായി തീരുവാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത്. അങ്ങനെ മരിച്ചു ഗുഡ് ഫ്രൈഡേ എന്ന് പറഞ്ഞു വന്ന രാഹുൽ ഈശ്വർ ഇതൊന്നും വായിച്ചില്ല. 4:157 കയ്യിലിരിക്കുന്ന ആ ഖുറാൻ എന്ന ആ പുസ്തകം ഒന്ന് തുറന്നിട്ടൊന്ന് മറിച്ചു നോക്കിയാൽ 4:157 ഒന്ന് നോക്കിയാൽ മതി. അതിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊന്നും വായിക്കാതെ ഇങ്ങോട്ട് വന്നിട്ട് ഖുറാനും എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് നാണമില്ലേ നിനക്ക്? ശാലം ഭാഷ കടുപ്പ വന്നതിന്റെ ഒരു കാര്യം പറയുന്നത്, ഞങ്ങളെ പറ്റി ക്രിസ്ത്യാനിറ്റിയെ പറ്റി അറിയാൻ വേണ്ടി കണ്ട ആനയും പശു ഉറുമ്പും ഒന്നും എഴുതിയ പുസ്തകത്തിലേക്കല്ല പോകേണ്ടത്, വിശുദ്ധ വേദപുസ്തകത്തിലേക്കാണ് പോകേണ്ടത്. യേശു ക്രിസ്തുവിനെ പറ്റി പറയാൻ വിശുദ്ധ വേദപുസ്തകത്തിലേക്കാണ് പോകേണ്ടത്. അല്ലാതെ എവിടുന്ന് ഏതോ ഈറാ ഗുഹയിൽ ഇരുന്നപ്പോ ഇക്ര മുക്ര ഇട്ടാ പോലും സംസാരിക്കാൻ മേത്ത ആരോ ഒന്ന് ഞെക്കി പിടിച്ചപ്പോ എഴുതി ഉണ്ടാക്കിയ ഒരു ഇതിൻ്റെ അകത്തൊന്നല്ല. അതിനുള്ള ബോധവും വിവരവും ഒന്നും ഇല്ലാതായി പോയി. എന്ത് പറയാൻ? ഇനി അടുത്ത ആയത്ത് നോക്ക്. എന്നാൽ അദ്ദേഹത്തെ അള്ളാഹു അവങ്കലേക്ക് ഉയർത്തുകയത്രേ ചെയ്തത്. അള്ളാഹു പ്രതാപിയും യുക്തിമാനും ആവുന്നു. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കോമഡി. പ്രതാപി യുക്തിമാനും അള്ളാഹു പുട്ടിന് പേരിടുന്നവർക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും.
ആ രണ്ട് കാര്യമാണ്. കരുണാമയനാണ്, കരുണാനിധിയാണ്, പ്രതാപിയാണ്, യുക്തിമാനാണ്. ഇതിങ്ങനെ എന്തോ പുള്ളിക്ക് ആ കാര്യത്തിൽ എന്തോ ഒരു അപകർഷതാബോധം ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇനി രാഹുൽ ഈശ്വറ ഈ ഖുറാൻ മാത്രമല്ല അവർക്ക് ഗ്രന്ഥങ്ങളുടെ ആയിട്ടുള്ളത്, അവർക്ക് തഫ്സീറുകളുണ്ട്, ഹദീസുകളുണ്ട്. നമുക്കൊരു തഫ്സീർ മാത്രം നോക്കാം. ഏതാ? ഇമാം റാസിയുടെ. തള്ളിക്കളയാൻ പറ്റാത്ത ഒരാളാണ്. നമുക്ക് നോക്കാം. ഇമാം റാസിയുടെ തഫ്സീറിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇവിടെ പണ്ഡിതന്മാർക്ക് പല അഭിപ്രായമുണ്ട്, എങ്കിലും ഭൂരിപക്ഷവും പറയുന്നത് ഇപ്രകാരമാണ്. ഈസയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് പണ്ഡിതന്മാർക്കിടയിൽ ഭയങ്കര അഭിപ്രായ വ്യത്യാസമാണ്. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് ക്രിസ്ത്യാനികൾക്കിടയിൽ ഞങ്ങൾക്ക് യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവും ഇല്ല. കേട്ടല്ലോ? ബോധമുണ്ടെങ്കിൽ ചിന്തിക്കും. ഈ ഒട്ടകമൂത്രമല്ല കുടിച്ച് ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ നീ അതിന്റെ തെളിവ് തരാം. യഹൂദികൾ ഈസാ നബിയെ വധിക്കാൻ തീരുമാനിച്ചപ്പോൾ അല്ലാഹു അദ്ദേഹത്തെ ആകാശത്തേക്ക് ഉയർത്തി. പൊതുജനങ്ങൾക്കിടയിൽ കുഴപ്പമുണ്ടാവുമെന്ന് ഭയന്ന ജൂത നേതാക്കൾ ഏതോ ഒരാളെ വധിക്കുകയും കുരിശിൽ തറയ്ക്കുകയും അത് മസീഹാണെന്ന് പറഞ്ഞു വരുത്തുകയും ചെയ്തു. ജനങ്ങളിൽ പലരും ഈസാ നബിയുടെ പേര് കേട്ടിട്ടുണ്ടെന്നല്ലാതെ അദ്ദേഹത്തെ അവർക്കറിയുമായിരുന്നില്ല. ഇതുപോലെ ബോധമില്ലാത്തവനൊക്കെ എന്തൊക്കെ അവരേതോ കഞ്ചാവ് വലിച്ചിട്ടൊക്കെ ഇത് എഴുതിയിരിക്കുന്നത്. രാഹുൽ ഈശ്വറും ആ കൂട്ടത്തിൽ പെട്ട. നാണം കെട്ട് ജീവിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ഈ തഫ്സീർ എഴുതിയിരിക്കുന്ന മഹാൻ ഒന്ന് ആലോചിച്ചു എന്ത് വിവരദോഷിയാണെന്നുള്ളത്. കാരണം ഏതോ ഒരാളെ വധിച്ചു, ക്രൂശിൽ തറച്ചു, അത് മസീഹാണെന്ന് പറഞ്ഞു വരുന്നത്. അതിനിപ്പോ ഇവനെ ഈ വധിച്ച സമയത്തും ക്രൂശിൽ തറച്ച സമയത്തും അവിടെ നിന്നവരെല്ലാം കണ്ണു കാണാൻ വയ്യാത്ത പൊട്ടന്മാരാ? രാഹുൽ ഈശ്വറിനെ പോലെ പൊട്ടനായിപ്പോയോ? പിന്നെ പറയുന്നുണ്ട് ജനങ്ങളിൽ പലരും ഈസാ നബിയുടെ പേര് കേട്ടിട്ടുള്ള അദ്ദേഹത്തെ അവർക്ക് അറിയുമായിരുന്നു. ഇതുപോലൊരു വിവരക്കേട്, വിവരദോഷി എന്നൊക്കെ വേണം പറയാൻ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, വിശുദ്ധ വേദപുസ്തകത്തിന്റെ അത് ബൈബിളിന്റെ അകത്ത് യേശു ക്രിസ്തു വരുന്നുണ്ടെന്ന് അറിയുമ്പോൾ തന്നെ സക്കായുടെ വിഷയം തന്നെ നോക്കാം. ഇനി ആ കുളക്കടവിലേക്ക് പോകുന്ന വിഷയം നോക്കാം. എന്തിനാ? ഗിരിപ്രഭാഷണം തന്നെ നോക്കാം. കേട്ടിട്ടുള്ള ആർക്കും അറിയത്തില്ലായിരുന്നു. വിവരമില്ലായ്മയുടെ കൂട്ടത്തിൽ കൂടല്ല രാഹുൽ ഈശ്വറെ. വിവരമില്ലായ്മ ആയിരുന്നു. ഇങ്ങനെ ഇളിച്ചുകൊണ്ടുള്ള പരിപാടിയില്ല. അത് നിർത്തിട്ട് വേറെ വല്ല പണിക്കുമ്പോ നിങ്ങളെ ഒരു ധാരണ, നിങ്ങൾക്ക് ഏതാണ്ട് അറിവ് കൊണ്ടുപോകുന്നത്. പിന്നെ ഒരു കാര്യം, രാഹുൽ ഈശ്വർ ഇത് കേൾക്കുന്നുണ്ടോ? രാഹുൽ ഈശ്വറെ, ഖുറാനിലെ ഈസാ നബി, ബൈബിളിലെ യേശു ക്രിസ്തു എന്ന വിഷയത്തിൽ പരസ്യവേദിയിൽ സംവാദത്തിന് തയ്യാറാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ റെഡിയാണ്. സാക്ഷി അപ്പോളജിസ്റ്റ് ഈ വിഷയത്തിൽ സംവാദത്തിന് റെഡിയാണ്. എന്നൊക്കെയാണ് മുസ്ലിങ്ങൾക്ക് നട്ടല്ലില്ല. അവിടെ ഇനി വേറെ ഒരു സാധനം, ഒരു പൈപ്പ് കഷ്ണം പോലും വെക്കാൻ പറ്റാത്ത അവസ്ഥ. കാരണം പൈപ്പിനും നല്ല ഡിമാൻഡാണ്. അതുകൊണ്ടാണ് അവർക്ക് വേണ്ടി നിങ്ങൾ വരുവാൻ കഴിവുണ്ടെങ്കിൽ, ആർജമുണ്ടെങ്കിൽ, തൻ്റെ ഇടം ഉണ്ടെങ്കിൽ, ഈ പറഞ്ഞു വിടുന്നത് സ്വന്തമായി നിന്നാണല്ലോ, ആ പറഞ്ഞു വിടുന്ന കാര്യത്തിന്മേൽ ഏതെങ്കിലും രീതി താങ്കൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, താങ്കൾക്ക് നട്ടല്ലുണ്ടെങ്കിൽ സാക്ഷിയുമായിട്ട് ഈ വിഷയത്തിൽ ഒരു സംവാദത്തിന് വേണമെങ്കിൽ ഞങ്ങൾ റെഡിയാണ്. ഓക്കെ. ഇനി അടുത്ത ഇമാം റാസിയുടെ തഫ്സീറിൽ തന്നെയുള്ളതാണ്. അടുത്ത കേട്ടോ. ശിക്ഷിക്കപ്പെട്ട 10 പേരുമായി ഈസയെ ഒരു മുറിയിൽ തടഞ്ഞു വെക്കുകയും ശേഷം പുറത്തു കൊണ്ടുവന്ന് കൊല്ലാനായി ചെല്ലുകയും ചെയ്തപ്പോൾ ഈസാ നബിയെ കാണിച്ചു കൊടുക്കാൻ ചെന്നയാൾക്ക് അള്ളാഹു നബിയുടെ രൂപസാദൃശ്യം കൊടുക്കുകയും ഈസയെ ആകാശത്തേക്ക് ഉയർത്തുകയും ചെയ്തു. അവർ ആ മനുഷ്യനെ വധിക്കുകയും കുരിശിൽ തറയ്ക്കുകയുമാണ് ഉണ്ടായത്. ഇത് അതിലും വലിയ വിവരക്കേട് അല്ല. യേശു ക്രിസ്തുവിനെ ഏത് മുറി വെച്ച് പൂട്ടിയിട്ടപ്പോഴാണ് ഈ ഒറ്റുകാരൻ യൂദാസ് വന്ന് കാണിച്ചു കൊടുത്തത്? ഒരു കാര്യം ചോദിക്കണം. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം വന്ന ഒരാള് പറഞ്ഞു കൊടുത്ത വിവരമില്ലായ്മയാണ് ഈ സംഭവം. ഇതിനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ ക്രൂശുവർണ്ണത്തെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് രാഹുൽ ഈശ്വറെ വരുന്ന ഉളുപ്പെന്ന് പറയുന്നൊരു സാധനം നാണം കെട്ട പണിയായിപ്പോയില്ലേ. ഇതൊക്കെ എടുത്ത് കാശ് കൊടുത്ത് മേടിച്ചൊന്ന് വായിക്കണം. ഞങ്ങളൊക്കെ ഈ പുറകിലിരിക്കുന്ന പുസ്തകങ്ങളെ ഇവരൊക്കെ ബുക്ക് സ്റ്റാളുകളിൽ പോയി കാശ് കൊടുത്ത് മേടിച്ചിട്ട് വായിച്ചിട്ടൊക്കെയാണ് ഈ പരിപാടി ഇരിക്കുന്നത്. അല്ലാതെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയും കണ്ട ഉസ്താദിന്റെ മുട്ട എടുത്തു വെച്ചിട്ടുള്ള പരിപാടിയൊന്നുമല്ല. നാണമില്ലാത്ത പരിപാടിയായിട്ട് നടക്കുന്നത്. ഇവരുടെ ഇടയിൽ യേശു ക്രിസ്തു എന്ന് പറയുന്ന ആളില്ല. ഇവരുടെ ഇടയിൽ ഒരു ഈസ എന്ന് പറയുന്ന ഒരു കള്ളത്തരത്തിൽ കൂട്ടു നിന്ന ഒരു ഈസയുണ്ട്. ആ ഈസയെ പിടിച്ചുകൊണ്ട് ഇവര് അവിടെ കൊന്നു, ഇവിടെ കൊന്നു, മറ്റവനെ കൊന്നു, മറിച്ചവനെ കൊന്നു. ഇനി അള്ളാഹു കാണിച്ച ഒരു തന്ത്രം കാണിച്ചു തരാം. കാരണം ബൈബിളിൻ്റെ അകത്ത് പറയുന്നത് എന്താ അറിയോ? പിശാച് തന്ത്രശാലിയാണ്.
ഖുറാന്റെ അകത്ത് പറയുന്നത് അള്ളാഹു തന്ത്രശാലിയാണ്. രണ്ട് സ്വഭാവം ഒന്ന് തന്നെ. ഈ ഈസയെ കാണിച്ചു കൊടുക്കാൻ വന്ന ഒരാൾക്ക് ഈസയുടെ രൂപസാദൃശ്യം കൊടുത്തിട്ട് ആ മനുഷ്യനെ കൊല്ലണമെന്നുണ്ടെങ്കിൽ അള്ളാഹു എന്ത് തന്ത്രശാലിയാ? ഇതൊക്കെയാണ് പറഞ്ഞത് രാഹുൽ ഈശ്വർ ഒന്ന് ശ്രദ്ധിക്കുന്നതല്ല. ഇവരുടെ കൂട്ടത്തിൽ കൂടി കഴിഞ്ഞാൽ നാണം കിട്ടുപോകുന്നേ. അപ്പൊ ഇതാണ് വാസ്തവത്തിൽ സംഭവിച്ചെന്നാണ് അവര് പറയുന്നത്. കാരണം യാതൊരു അറിവും ഉറപ്പായിട്ടും താങ്കൾക്കില്ല ഈ വിഷയത്തിൽ. അദ്ദേഹത്തെ അവർ കൊലപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ യേശുവിന്റെ മരണത്തെക്കുറിച്ച് ഖുറാനുള്ള ഏക വാക്യമാണത് എന്നൊക്കെയാണ് വലിയ സംഭവമായിട്ട് പറയുന്നത്. അപ്പം ഈ ഇസ്ലാമിന്റെ വാദമനുസരിച്ചാണ് യേശു എന്ന ഈസയെ, ഇസ്ലാമിന്റെ വാദമാണ്, എന്റെ വാദമല്ല, യേശു എന്ന ഈസ എന്ന് ഞാൻ പറയുന്നത് ഇസ്ലാമിന്റെ വാദമാണ്. അപ്പൊ യേശു എന്ന ഈസയെ ക്രൂശിച്ചിട്ടില്ല, യേശു എന്ന ഈസ ക്രൂശിൽ മരിച്ചിട്ടില്ല എന്നൊക്കെ നിങ്ങളെ പോലുള്ള ഈ വിടുപണിക്കാർ വന്നിരുന്നുകൊണ്ട് പറയുമ്പോൾ, ഇസ്ലാമിന് വേണ്ടി വിടുപണി ചെയ്യുന്ന നിങ്ങളെപ്പോലെ എന്ന് പറയാം, ഇത് വിശ്വസിക്കുകയും ഈ ഒരു വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചൊന്ന് നോക്കാം കേട്ടോ. ഈ ക്രൂശീകരണ കാര്യത്തിൽ ഭിന്നിച്ചവർ, സംശയത്തിലുള്ളവർ, ഊഹാഭോഗത്തെ പിന്തുടരുന്നവർ, ഇതെല്ലാം യഹൂദരെ കുറിച്ചും ക്രിസ്ത്യാനികളെ കുറിച്ചുമാണ് പറയുന്നത്. അല്ല, ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ശരിക്കും ഭീതിയുള്ളവർ ആരാണ്? യഹൂദര് പറയുന്നു യേശുവിനെ ക്രൂശിച്ചു, മരണം ഉറപ്പാക്കുകയും ചെയ്തു. യേശുവിന്റെ ക്രൂശീകരണത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ക്രിസ്ത്യാനികളിൽ ഒരു ഭിന്നതയില്ല. 2000 വർഷങ്ങളായിട്ട് ആ സത്യം വിശ്വസിക്കുകയും അത് ഞങ്ങൾ പ്രസംഗിക്കുകയും അത് പുരമുകളിൽ നിന്ന് ഞങ്ങൾ ഘോഷിക്കുകയും അതിലൂടെ അനേകർ യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചു വരികയും ചെയ്യുന്നുണ്ട്. പിന്നെ ഭിന്നതയുള്ളത് ആർക്കാണ്? ആരാണ് ഊഹാഭോഗത്തിൽ ജീവിക്കുന്നത്? ഈ അള്ളാഹുവും കൂട്ടരും അല്ലേ രാഹുൽ ഈശ്വറെ? അപ്പൊ ഇസ്ലാമികളോട് ചോദിക്കുക, മനസ്സിലായോ? പോയെന്ന് ചോദിക്കണം, നിങ്ങൾ ഇപ്പോഴും ഊഹാഭോഗത്തിലാണ്. ആ ഏത് പണ്ഡിതൻ പറയുന്നതാണ് ശരി? അള്ളാഹു പറഞ്ഞതാണോ, മുഹമ്മദ് പറഞ്ഞതാണോ, മലക്ക് പറഞ്ഞതാണോ, അത് ഇനി ഇമാം റാസി പറഞ്ഞതാണോ? വേണ്ട, ഇഷ്ടംപോലെ പണ്ഡിതന്മാരുണ്ട്, ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം. ഒന്ന് പോയെന്ന് ചോദിക്കണം. ഇനി ഒരാൾ പറയും യേശുവിനെ അള്ളാഹു എടുത്തു, മറ്റൊരുവനെ ക്രൂശിച്ചു. ചിലര് പറയും യൂദയെ ക്രൂശിച്ചു. വേറൊരാള് പറയും യേശുവിനെ ക്രൂശിച്ചു, പക്ഷെ യേശു മരിച്ചില്ല, മയങ്ങിയതേ ഉള്ളൂ എന്ന്. ക്രൂശിൽ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി, മയങ്ങി. ഇനി അക്ബറിന്റെ ഗുരുവായ അഹമ്മദ് ദീദാത്ത്, ഷാബിർ അലി തുടങ്ങിയ ഇസ്ലാമിക പണ്ഡിതർ പറയുന്നത് യേശുവിനെ ക്രൂശിച്ചു എന്ന് അള്ളാഹു തോന്നിച്ചതാണ്. ശരിക്കും മരണവും ക്രൂശീകരണവും ഒന്നും അവിടെ നടന്നിട്ടില്ല. തോന്നിപ്പിക്കുകയല്ല, ശക്തിമാൻ മൊത്തം തോന്നിപ്പിക്കുമായിരുന്നല്ലോ. അപ്പോൾ ഈ ഭിന്നതയിൽ ഊഹാഭോഗത്തിലും ജീവിക്കുന്ന ആരാ രാഹുൽ ഈശ്വറെ? അള്ളാഹും കൂട്ടരും അല്ലേ? ആണോ? പിന്നെ യേശു ക്രൂശിൽ മരിച്ചിട്ടില്ല, അള്ളാഹു യേശുവിനെ ഉയർത്തി എന്ന് പറയുന്നവരോടൊക്കെ ചില ചോദ്യങ്ങളുണ്ട്. കാരണം യേശു എന്ന ഈസ, മനസ്സിലായല്ലോ? യേശു എന്ന ക്രിസ്ത്യാനികളായ ഞങ്ങൾക്ക് ഈ 2025 വർഷമായിട്ട് ഞങ്ങൾക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. യേശുവിനെ ക്രൂശിൽ തറച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ഇനിയും ജീവിച്ചിരിക്കുന്നു. ഇനിയും ഞങ്ങളുടെ കർത്താവ് യേശു ക്രിസ്തു വരുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പാണ്. ഇനി ഈ ഈസയെ പറ്റി പറയുന്ന ഖുറാനില്ല, ഇപ്പൊ രാഹുൽ ഈശ്വർ പൊക്കി പിടിച്ച ആ പുസ്തകം ഉണ്ടല്ലോ, അതീന്നാ ചോദ്യം. ഖുറാൻ പറയുന്ന ഈസ ജനിച്ചത് എങ്ങനെ എന്നുള്ളത് ഞാൻ അടുത്തതിന് തരാം. ബൈബിൾ പറയുന്ന യേശു ജനിച്ചത് എങ്ങനെ? യേശു എന്ന ഈസയുടെ വിസ്താരത്തിലെ ഏത് സമയത്താണ് അള്ളാഹു ഈസയെ ഉയർത്തിയത്? ഇസ്ലാമികൾ പറയുന്ന യേശു എന്ന ഈസയുടെ മേൽ ഉന്നയിച്ച ആരോപണങ്ങൾ എന്തായിരുന്നു? ഖുറാനിൽ നിന്ന് വ്യക്തമായ തെളിവുകൾ വെച്ചൊന്ന് തെളിയിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് തെളിയിക്കുക. രാഹുൽ ഈശ്വർ തന്നെ അതിന് മുൻകൈ എടുക്കുക. പിന്നെ ഇതുപോലെ എന്തുകൊണ്ട് അള്ളാഹു മുഹമ്മദിനെ ഉയർത്തില്ല? കാരണം ഏറ്റവും യോഗ്യതയുള്ള മനുഷ്യനായിരുന്നല്ലോ പുള്ളി. ഇനി യേശു എന്ന ഈസ വീണ്ടും വരുമെങ്കിൽ മുഹമ്മദ് എങ്ങനെ അന്ത്യപ്രവാചകനാകും? ഇനി ഈസ പ്രവാചക സ്ഥാനം മാറ്റിവെച്ചിട്ടാണോ വരുന്നത്? ഈ അറിവില്ലായ്മയെ ഒരു കുറ്റമല്ല, പക്ഷെ അത് അലങ്കാരമായിട്ട് കൊണ്ടു കിടക്കുന്നത് അവകാശമാണ് രാഹുൽ ഈശ്വറെ. യേശു ക്രിസ്തു കുരിശിൽ ഏറിയതിനു ശേഷം തന്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് വരെയുള്ള 6 മണിക്കൂർ സമയത്തിന് 7 വാചകങ്ങൾ കുരിശിൽ കിടന്ന് കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം അതാണ് കുരിശിലെ 7
മൊഴികൾ എന്നൊക്കെ ഞങ്ങൾ പറയുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്നത്. അതൊക്കെ ഒന്ന് കേട്ട് പഠിച്ചു കേട്ടോ. കാരണം ഈ മുറിക്കകത്ത് പൂട്ടിയിട്ടപ്പോൾ അവിടുന്ന് പൊക്കിക്കൊണ്ട് പോയതൊക്കെ വിശ്വസിക്കുന്ന കൂട്ടത്തിലുള്ള മനസ്സിണക്കപ്പെട്ട ജിഹാദിയാണ്. അപ്പൊ ഒന്ന് കേട്ടു. തലയോടിടം എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവർ അവിടെ അവനെയും ദുഷ്പ്രവർത്തിക്കാരെയും ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തുമായി ക്രൂശിച്ചു. എന്നാൽ യേശു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. അനന്തരം അവർ അവന്റെ വസ്ത്രം വിഭാഗിച്ച് ചീട്ടിട്ടു. ഇത് വിശുദ്ധ വേദപുസ്തകത്തിലുള്ള കേട്ടോ. ഇതാണ് യേശു കുരിശിൽ ഏറിയതിനു ശേഷം ആദ്യം പറഞ്ഞ വാചകം. ഇനി രാഹുലീശ്വരനോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഇതുപോലെ ലോകത്താരെങ്കിലും തൂക്കിലേറ്റിയവരോട് ക്ഷമിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് ഉണ്ടെങ്കിൽ അതിന്റെ രേഖ ഒന്ന് കാണിച്ചു തരുന്നല്ല. കാരണം ഈ ഇസ്ലാമിന്റെ അന്ത്യപ്രവാചകൻ എന്ന് വിശ്വസിക്കുന്ന മുൻകർണ നക്കറിന്റെ അടിമേടിച്ച് കവറിൽ കിടക്കുന്ന മുഹമ്മദോ അല്ലെ ലോകത്തുള്ള ഏതെങ്കിലും മഹാന്മാര് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ? മുഹമ്മദ് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് കിടന്നുകൊണ്ട് പ്രാകുമായിരുന്നു യഹൂദരെയും ക്രിസ്ത്യാനികളും. അതായിരുന്നു പുള്ളിയുടെ സംഭവം. ഇനി അടുത്തത്, യേശുവിന്റെ ക്രൂശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലയോപ്പാവിന്റെ ഭാര്യ മറിയയും മഗ്ദലക്കാരത്തി മറിയയും നിന്നിരുന്നു. യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട്, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട്, ഇതാ നിന്റെ അമ്മ എന്നും പറഞ്ഞു. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തന്റെ വീട്ടിൽ കൈക്കൊണ്ടു. ഇതാണ് രണ്ടാമത് പിന്നീട് പറഞ്ഞ വാചകം. ഇതുപോലെ ഈസ എന്ന് പറയുന്നവൻ എന്തെങ്കിലും പറഞ്ഞാട്ടൊന്ന് പറയാം. ഇത്രയും തെളിവ് തരുന്നതിന്റെ കാര്യം ക്രൂശീകരണം നടന്നു എന്നുള്ളതിന്റെ തെളിവാണിത്. ഇനി അടുത്തത്, തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തു അല്ലയോ? നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞു അവനെ ദുഷിച്ചു. മറ്റവനോ അവനെ ശാസിച്ചു, സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ, യേശുവെ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. രാഹുലീശ്വറെ കേട്ടോ, ക്രൂശിൽ തറഞ്ഞു കിടക്കുമ്പോഴുള്ള ക്രൂശിലെ മൊഴികളാണ് കേട്ടോ, 7 മൊഴികൾ. ഇനി അടുത്തത്, അതിന്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. കേട്ടല്ലോ, യോഹന്നാന്റെ സുവിശേഷത്തിലുള്ളതാണ്. അടുത്തത്, ഏകദേശം 9-ാം മണി നേരത്ത് യേശു ഏലി ഏലി ലമ്മ ശബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ചു. എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥം. ഈ പഴയ നിയമത്തില് എഴുതിയിരിക്കുന്ന പ്രവചനങ്ങൾക്കൊത്തവണ്ണമാണ് യേശു ക്രൂശിക്കപ്പെടുന്നതും മരിക്കുന്നതും. യേശുവിനും 1000 വർഷം മുൻപ് ജീവിച്ചിരുന്ന ദാവീദ് പ്രവചനാത്മാവിൽ എഴുതിയ വരികളാണ് യേശു ക്രിസ്തു ഉദ്ധരിക്കുന്നത്. കാരണം എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? എന്നെ രക്ഷിക്കാതെയും എന്റെ ഞരക്കത്തിന്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നത് എന്ത്? ഇത് സങ്കീർത്തനം 22-ന്റെ 1-ലുള്ളതാണ്. ഇപ്പൊ ഈ സങ്കീർത്തനത്തിലെ ആദ്യ വരിയുടെ ആദ്യ ഭാഗമാണ് യേശു ക്രിസ്തു ഉദ്ധരിച്ചത്. ഒരു യഹൂദൻ മരണപ്പെടുമ്പോൾ സങ്കീർത്തനം ചൊല്ലുന്ന പതിവ് യഹൂദന്മാർക്കിടയിൽ ഉണ്ടായിരുന്നു. മരിക്കാൻ കിടക്കുന്നയാൾ ഒരു വരി ചൊല്ലുകയും കൂടെയുള്ളവർ ബാക്കി ഭാഗം ചൊല്ലുന്നതാണ് പതിവ്. ആ വിധത്തിൽ നോക്കിയാൽ യേശു ക്രിസ്തു തന്റെ മരണസമയത്ത് യഹൂദ പാരമ്പര്യം അനുസരിച്ച് 22-ാം സങ്കീർത്തനം ചൊല്ലിയെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനിയും അടുത്തത്, യേശു പുളിച്ച വീഞ്ഞു കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞു തല ചായ്ച്ചു ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. ഇതൊക്കെ വിശുദ്ധ വേദപുസ്തകത്തിലുള്ളതാണ്. യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ഇതൊന്നും എടുത്ത് വായിക്കാതെ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ പറ്റി പറയാൻ ഈ ഖുറാന്റെ അകത്തേക്ക് പോകാൻ ഇതൊക്കെ ആരധികാരം തന്നു? ബോധമില്ലാത്തവർ. ഇനി അടുത്തത്, ഏകദേശം 6-ാം മണി നേരമായപ്പോൾ സൂര്യൻ ഇരുണ്ടുപോയിട്ടു 9-ാം മണി വരെ ദേശത്തൊക്കെയും അന്ധകാരം ഉണ്ടായി. ദൈവമന്ദിരത്തിലെ തിരശീല നടുവെ ചിന്തിപ്പോയി. യേശു അത്യുച്ചത്തിൽ, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു.
രാഹുൽ ഈശ്വറിന് ഒരു കാര്യം പറയും, കുറഞ്ഞ പക്ഷം അറിയാത്ത വിഷയത്തെക്കുറിച്ച് സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഈ അറിവുണ്ടെന്നും പറഞ്ഞുകൊണ്ട് പോയിട്ട് ഞങ്ങളുടെ പുസ്തകത്തിന് വിപരീതമായിട്ട് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, മാനവകുലത്തിന്റെ പാപങ്ങൾക്കായിട്ടുള്ള ആ വിഷയത്തെ പോലും പറയാത്ത വിപരീതമായിട്ട്, സത്യസുവിശേഷത്തിന് വിപരീതമായിട്ട് എഴുതിയിരിക്കുന്ന, സുവിശേഷം എന്ന് പറയാൻ പറ്റത്തില്ല, വിശേഷം എന്ന് പറയുന്ന ആ ഖുറാന്റെ അകത്തൊന്നും യേശുക്രിസ്തുവിനെ നിങ്ങൾ നോക്കി പോകരുത്. അതിൻ്റെ അകത്ത് ഈസ എന്ന് പറയുന്നതും കുറെ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളും ഒക്കെ ഉള്ളൂ. ഒറിജിനൽ എപ്പോഴും ഒന്നേ ഉള്ളൂ, അത് വിശുദ്ധ വേദപുസ്തകത്തിലാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു 500 നോട്ട്, കള്ളനോട്ടും പുതിയ നോട്ടും നല്ല നോട്ടും വന്നു കഴിഞ്ഞാൽ ഏകദേശം 17 പോയിന്റുകളുണ്ട്. 16 ശരിയാണ്, ഒരു പോയിന്റ് തെറ്റാണെങ്കിലും കള്ളനോട്ട് തന്നെയാണ്. 16 ശരിയല്ല, അതുകൊണ്ട് ഇത് നല്ല നോട്ടായിട്ട് അങ്ങോട്ട് വെച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി ജയിലിൽ കിടക്കും വരും. അതുകൊണ്ടാണ് പറയുന്നത്, നല്ലത് സത്യം മുറുകെ പിടിക്കുക, അത് വിശുദ്ധ വേദപുസ്തകത്തിൽ മാത്രമുള്ള രാഹുൽ ഈശ്വറെ. അവരുടെ നിന്ന് മുട്ട മേടിച്ച് തിന്നാൻ വേണ്ടിയുള്ള പരിപാടിക്ക് വേണ്ടി, അൻസാരി സുഗരിയുടെ മുട്ടയെ അതേ പിടിക്കാനുള്ള പരിപാടിക്ക് വേണ്ടി ബൈബിളിൻ്റെ അകത്തുനിന്നുള്ള പരിപാടിക്ക് നിൽക്കരുത് കേട്ടോ. ഞാൻ ബൈബിളിൽ നിന്ന് ഒരു ഉപദേശം താങ്കൾക്ക് ഫ്രീ ആയിട്ട് തരാം, അത് അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ ഇതുപോലെ പോയി നാണം കടണ്ടി വരത്തില്ല കേട്ടോ. ഇത്രേ ഉള്ളൂ. മിണ്ടാതിരുന്നാൽ പോഷനെ പോലും ജ്ഞാനിയായും അതരം അടച്ചുകൊണ്ടാൽ വിവേകിയായും എണ്ണും കേട്ടോ. മിണ്ടാതിരിക്കുക. പോഷൻ രാഹുൽ ഈശ്വരനോട് പറയാം, ആ ക്രൂശീകരണത്തിന്റെ വാക്യങ്ങളില്ലേ, അത് ബൈബിൾ വെച്ച് ശരിക്കും ഒന്ന് പഠിക്കുക. പഠിച്ചതിന് ശേഷം ഈ ക്രൂശ് മരണം ഈ ലോകത്ത് സംഭവിച്ചതാണ്, അത് രാഹുൽ ഈശ്വർ എന്ന എനിക്കൂടെ വേണ്ടിയാണല്ലോ എന്നോർത്ത് യേശുവിനെ രക്ഷകനാഥനുമായിട്ട് സ്വീകരിക്കാം. മറ്റുള്ളവർക്ക് വേണ്ടി വിടുപണിക്ക് ചെയ്യാൻ പോയാൽ നാളെ ഒരു കാലത്ത് വിടുപണി നിങ്ങൾക്കൊരു അടിമത്തമായി തീരും. ആ അടിമത്തമായി തീർന്നതിന് ശേഷം എന്നാ പിന്നെ ഒന്ന് പിന്മാറാലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്ലാം നിങ്ങളെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്ലാം നിങ്ങളെ ഉപയോഗിച്ചു. നിങ്ങൾ ഇസ്ലാമിനെ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്ലാം നിങ്ങളെ ഉപയോഗിക്കും. രാഹുൽ ഈശ്വറിനോട് ഒരു കാര്യം കൂടെ പറയാം, ഖുറാനിലെ ഈസയും ബൈബിളിലെ യേശു എന്ന വിഷയത്തിൽ ഒരു പരസ്യവേദി ഡിബേറ്റിനും എല്ലാം തയ്യാറാണെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. സാക്ഷി അപ്പോളജിസ്റ്റ് റെഡിയാണ്, ഞങ്ങൾക്ക് അതിനുള്ള സഹോദരന്മാരും ഉണ്ട്. ഞങ്ങൾ താങ്കളെ സ്വാഗതം ചെയ്യുന്നു. ഒരു കാര്യം കൂടെ പറയട്ടെ, താങ്കൾക്ക് ഇന്ന് ഏറ്റവും നല്ല ദിവസം, എന്നെ കേൾക്കുന്ന എല്ലാ മുസ്ലിങ്ങൾക്കും ഏറ്റവും നല്ല ദിവസം വേറെ ഒന്നുമല്ല, യേശു ക്രിസ്തുവിനെ രക്ഷകനാഥനുമായി സ്വീകരിച്ച് ഹൃദയം കൊണ്ട് വിശ്വസിക്കും, ഹൃദയം കൊണ്ട് ഏറ്റുപറഞ്ഞ് ഒരു പുതിയ സൃഷ്ടിയായി തീർന്ന് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞ ആ ക്രിസ്തുവിനെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ്, പാപിയായിരിക്കുന്ന മനുഷ്യൻ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് സകലത്തിൽ നിന്നും മാറി ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയുവാൻ നിങ്ങളെല്ലാവരെയും ദൈവം ധാരാളമായി സഹായിക്കട്ടെ. ദൈവം എന്ന് വെച്ചാൽ അടുത്ത എപ്പിസോഡിൽ നമുക്കൊരു പുതിയ വിഷയമായിട്ട് കാണാം. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.